ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ സ്വല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, യിഫ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ನಂಚಿತವಲ್ಲ ನಿಂಚಿತ ದೇವ, ನಂಚಿತವಲ್ಲ ನಿಂಚಿತ ದೇವ, ನಾನೇನು ಅಲ್ಲ ನೀನಾದೆಯಲ್ಲ, ನಾನೇನು ಅಲ್ಲ ನೀನಾದೆಯಲ್ಲ. ದಾಸನು ನಾನು, ಈಶನು ನೀನೇ ದೇವಾ, ದಾಸನು ನಾನು, ಈಶನು ನೀನೇ ದೇವಾ. ಬಲಹೀನ ನಾನು, ಶಕ್ತನು ನೀನೇ ದೇವಾ, ಬಲಹೀನ ನಾನು, ಶಕ್ತನು ನೀನೇ ದೇವಾ. ನಂಚಿತವಲ್ಲ ನಿಂಚಿತ ದೇವಾ, ನಂಚಿತವಲ್ಲ ನಿಂಚಿತ ದೇವ, ನಾನೇನು ಅಲ್ಲ ನೀನಾದೆಯಲ್ಲ, ನಾನೇನು ಅಲ್ಲ നീനാദെയല്ല. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളൊന്നുമല്ല എന്നും നീയാണ് ഞങ്ങളുടെ യജമാനെന്നും തിരിച്ചറിയുവാൻ നോക്കണം നൽകുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹിതപ്രകാരമല്ല എല്ലായ്പ്പോഴും നിന്റെ ഹിതപ്രകാരം ജീവിപ്പാനും വചനം ധ്യാനിപ്പാനുള്ള കൃപ നീയോടും തരണമെന്ന് ഓർത്തും പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന അടിയനെയും കേൾക്കുന്ന ആത്മാക്കളെയും ഒരുപോലെ ശക്തീകരിച്ച് അനുഗ്രഹിച്ചാട്ട് യേശു മശിഹാ മൂലം യാചിക്കുന്നവരെ കേൾക്കുമാറാകണമേ. ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. അവിടെ ഈ പ്രകാരം പറയുന്നു. 11-ാം അധ്യായം തുടക്കത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമുള്ള ഒരു വാക്യത്തെ ഒരു കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തെ പറ്റി ഈ പ്രകാരമാണ് പറയുന്നത്. ദ ബുക്ക് ഓഫ് ഹോളി പീപ്പിൾ എന്നാണ് പറയുന്നത്. വിശുദ്ധന്മാരുടെ ഗണത്തിൽ ജീവിച്ചവരെ പറ്റി പരാമർശിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം. അത് ആരംഭിക്കുന്നത് തന്നെ ഹാബേൽ മുതലായി ജീവിച്ച ഹാനോക്ക്, അങ്ങനെ തുടർന്ന് അനേക പ്രവാചകന്മാരെ പറ്റി പരാമർശിച്ചുകൊണ്ട് അവസാനം ദാനിയേലിനെ കൊണ്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ലേഖനക്കാരൻ ഈ പ്രകാരം പറയുന്നുണ്ട്. ഇനി എന്തു പറയേണ്ടു? ഒരു സംഭവം പറഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ പറയുകയാണ്, ഇനി എന്തു പറയേണ്ടു? ഒന്നും പറയാനില്ല എന്ന് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം കുറേ പേരവിടെ പരാമർശിക്കുന്നുണ്ട്. ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇവരെയൊക്കെ നമുക്ക് വ്യക്തമായി നന്നായിട്ട് അറിയാം. അവിടെ പറയുന്ന ഒരു പേരുണ്ട്, യിഫ്താഹ്, ദാവീദ് എന്നവരെയും. ഇന്നത്തെ സ്വല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഇഫ്താഹിനെ പറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം. ഇഫ്താഹ് ആരാണെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം പൂർണ്ണമായി നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ പറ്റി ഈ പ്രകാരം പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്. പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്നുള്ളതാണ്. ഗില്യാദിനായ യിഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു വേദഭാഗം കൂടിയാണ്. 11-ാം അധ്യായത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പൂർണ്ണമായി ചേർത്തിരിക്കുന്ന എല്ലാ പേരുകളും നല്ല പാരമ്പര്യമുള്ളവരും വിശുദ്ധിയിൽ ജീവിച്ചവരുമാണ്. എന്നാൽ ഒട്ടും പാരമ്പര്യമില്ലാതിരുന്ന ഗില്യാദിലെ യിഫ്താഹ് എങ്ങനെയാണ് വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടത് എന്ന് ചെറിയ 5 ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലും നമ്മൾ ആ പ്രകാരമായി തീരണമെന്ന് യിഫ്താഹ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഗില്യാദിനായ യിഫ്താഹ് നിസ്സാരന്മാരോട് പാർക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം ഈ പ്രകാരം പറയുന്നുണ്ട്. നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവന് നീക്കിക്കളഞ്ഞു. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിന് അധികാരം കൊടുക്കാതെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതായിട്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ അധികാരമെല്ലാം ചോർന്നു കളഞ്ഞ് ഒരു സ്ഥാനമാനമില്ലാതെ അദ്ദേഹത്തിനെ പുറത്താക്കുമ്പോൾ ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം കടന്നു ചെല്ലുന്നത് നിസ്സാരന്മാരായ ആൾക്കാരോട് ചേർന്ന് വസിക്കുന്ന ഇഫ്താനെയാണ് ആ വേദഭാഗം നമ്മളോട് വരച്ചു കാട്ടുന്നത്.
യിഫ്താഹിൻ്റെ ജീവിതാനുഭവം നിസ്സാരന്മാരോട് അദ്ദേഹം ബലവാനായിരിക്കെ തൻ്റെ ജീവിതാനുഭവങ്ങളിലെ ബലവാന്മാരോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാതെ നിസ്സാരന്മാരെന്ന് മറ്റുള്ളവർ മാറ്റി നിർത്തിയ ആൾക്കാരോട് ചേർന്ന് യാത്ര ചെയ്യുന്ന യിഫ്താനെയാണ് വേദഭാഗം വരച്ചു കാട്ടുന്നത്. യേശു കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് വായിച്ചു പഠിക്കുമ്പോൾ സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് വേദഭാഗങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഈ പ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണ സമയവും മുഖ്യധാരയിൽ നിൽക്കാതെ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവ ശുശ്രൂഷയിൽ പാളയത്തിൻ്റെ പുറത്തായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവും തൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ തൊക്കണം സാധിക്കും. ഇവിടെയും പാളയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിസ്സാരന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരുമായിട്ട് യിഫ്താഹ് സഞ്ചരിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ അദ്ദേഹം കടന്നു പോകുന്ന മേഖലയിൽ ആരോടും പരാതികൾ പോലും പറയാതെ നിസ്സാരന്മാരോടുകൂടി പാർക്കുന്ന അനുഭവം. 1948 കർണാടകയുടെ പ്രദേശത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ കുടിയേറി പാർക്കുന്നത്. ഈ സ്ഥലത്ത് വളരെ ശക്തിയുതമായി ജീവിച്ച് സമൃദ്ധിയിൽ ജീവിച്ചവർക്ക് പെട്ടെന്നൊരു ക്ഷാമം വന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അവർക്ക് നിൽക്കുവാൻ അവർക്ക് ഇടമില്ലാതെ പോകുന്നു. ആ കൂട്ടത്തിൽ അനേകരെ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തു. മലബാർ, മംഗലാപുരം, അങ്ങനെ കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തവരുണ്ട്. അങ്ങനെ കുടിയേറി പാർത്തവരാണ് മുണ്ടുകോട് മിഷൻ ഫീൽഡിലെ കുറേ 10-20ഓളം കുടുംബക്കാരവിടെ ചെന്ന് കുടിയേറി പാർക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പിതാവ്, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെയും ആ പ്രദേശത്ത് ചെന്ന് കടന്നു ചെന്നു. അന്നത്തെ സമയത്ത് അവർ ബലഹീനരായിരുന്നു. അവർക്ക് തുണയില്ലായിരുന്നു. നിസ്സാരന്മാരായ അവിടുത്തെ ലോക്കൽ ആൾക്കാരുമായിട്ടൊക്കെയും അവർ ചേർന്ന് സഞ്ചരിച്ച് യാത്ര ചെയ്തു എന്ന് അവർ പറയാറുണ്ട്. അവർക്ക് ഭാഷ അറിയാറില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും അവർക്ക് വ്യക്തമായി നല്ലൊരു തിട്ടമില്ലാതിരുന്ന അനുഭവത്തിൽ കാടോട് ചേർന്ന് മല്ലൊക്കെ പിടിച്ച് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചവരായിരുന്നു എൻ്റെ പിതാക്കന്മാരൊക്കെയും. അവർക്ക് അന്ന് തുണയായിരുന്നത് ദൈവം തമ്പുരാൻ മാത്രമായിരുന്നു. ദൈവത്തിലുള്ള ആശ്രയം അവർ മുറുകെ പിടിക്കുന്നുണ്ട്. അങ്ങനെ മുറുകെ പിടിച്ചതിൻ്റെ ഫലമാണ് ആദ്യ കാലഘട്ടത്തിൽ അവിടെ പുല്ലുമേഞ്ഞ വീടുകളിൽ അവർ താമസിക്കുകയും അവർ കുടുംബ പ്രാർത്ഥനകളൊക്കെ നടത്തുകയും പിന്നീട് അവിടെ പ്രാരംഭ ഘട്ടത്തിൽ അവർ ഞായറാഴ്ചകളിൽ പൊതുവായി ആരാധനകൾ അവർ പങ്കെടുത്ത് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പിതാക്കന്മാരുടെ ആ വലിയ ദർശനം അവർ കടന്നു എന്ന സ്ഥലത്ത് അവർ ബലഹീനരെന്ന് അവർ വിചാരിക്കാതെ തങ്ങളെ ശക്തനാക്കുന്ന ബലവാൻ തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിൽ അവർ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് മുണ്ടുകോട് മിഷൻ വളർന്ന് വലിയ ഒരു മിഷൻ ഫീൽഡായി തീരുകയും ഇന്ന് അവിടെ മർത്തമ സഭയ്ക്ക് 4 വൈദികരെ വിവിധ സ്ഥലങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിൽ ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ 5 സുവിശേഷകർ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. നമ്മൾ ബലഹീനരാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളെ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടെന്നും അദ്ദേഹം കൂടെ ഉള്ളപ്പോഴൊക്കെയും ജീവിതത്തിൻ്റെ പരാജയം അതിൻ്റെ വിജയമാക്കി തീർക്കുമെന്ന് യിഫ്താഹിനോട് ചേർന്ന് നമ്മുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്. ഗില്യാദിലെ മൂപ്പന്മാർ യിഫ്താഹിനെ വന്ന് ഈ പ്രകാരം പറയുന്നുണ്ട്, നീ ഞങ്ങളോടൊപ്പം വരണമെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അതിൻ്റെ 9ാമത്തെ വാക്യം ഈ പ്രകാരമാണ് പറയുന്നത്. അന്നേരം ഗില്യാദിലെ മൂപ്പന്മാരോട് യിഫ്താഹ് ഈ പ്രകാരം പറയുന്നു, ഞാൻ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ യഹോവ അവരെ എൻ്റെ ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ തലവനാക്കുമോ എന്ന് ചോദിക്കുന്നു. യഹോവ അവരെ എൻ്റെ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ തലവനാക്കുമോ എന്ന് ചോദിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമേ യിഫ്താഹിനുള്ളായിരുന്നു. താൻ പരാജയപ്പെട്ടു പോയ അനുഭവത്തിൽ അദ്ദേഹത്തെ വന്ന് ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വേറെ ഒരു കാര്യവും ഡിമാൻഡും ആവശ്യപ്പെടാതെ അദ്ദേഹം ഈ പ്രകാരം പറയുന്നുണ്ട്, യഹോവ അവരെ എൻ്റെ ഏൽപ്പിക്കുമെങ്കിൽ. രണ്ടാമത്തെ ചിന്ത ഈ പ്രകാരമാണ്, ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന യിഫ്താഹ്. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന യിഫ്താഹാണ്. തൻ്റെ സ്വന്തം ശക്തിയിൽ തനിക്ക് ശക്തി ഉണ്ടെന്നും 1ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പരാക്രമശാലിയായ യിഫ്താഹ് എന്നാണ് പറയുന്നത്. ബൈബിളിൽ അങ്ങനെ വളരെ കുറച്ച് പേരുടെ പേരേ പറയുന്നുള്ളൂ പരാക്രമശാലി. നയമാനെ പറ്റിയും പറയുന്നുണ്ട് പരാക്രമശാലിയാണെന്ന്. ശിംശോനെ പറ്റിയും പറയുന്നു പരാക്രമശാലിയാണെന്ന്. യിഫ്താഹിനെ പറ്റിയും പരാമർശിക്കുന്നത് പരാക്രമശാലിയാണ്. തൻ്റെ സ്വന്തം ശക്തിയിൽ അദ്ദേഹം ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുന്ന യിഫ്താഹിനെയാണ് ആ വേദഭാഗം വരച്ചു കാട്ടുന്നത്. സങ്കീർത്തനക്കാരൻ ഈ പ്രകാരം പറയുന്നു, ചില രഥങ്ങളിൽ ആശ്രയിച്ചു, ചിലർ കുതിരകളിൽ ആശ്രയിച്ചു, അവരോ വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. സ്വന്തം ശക്തിയിൽ ഒരിക്കൽ പോലും ആശ്രയിക്കാത്ത വ്യക്തിയായിരുന്നു യിഫ്താഹ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം വരാം, യഹോവ അവരെ എൻ്റെ ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ തലവനാക്കുമോ എന്ന്. ഇന്ന് ജീവിതത്തിൻ്റെ പല അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെ പറയാറുണ്ട്, എൻ്റെ മോൻ്റെ മിടുക്കാണ്, എൻ്റെ മോടെ മിടുക്കാണെന്നും.
പലപ്പോഴും നമ്മൾ ഉന്നതിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളും പറയാറുണ്ട്, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാനിവിടെ എത്തിച്ചേർന്നതെന്ന്. അന്നേരം ദൈവത്തെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ച് പോകാറുണ്ടല്ലോ എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഇഫ്താഹ് തൻ്റെ ജീവിതാനുഭവങ്ങളെ അദ്ദേഹത്തിന് ഉന്നതിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന ഇഫ്താഹ് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തിന് മുൻഗണന കൊടുത്ത എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിച്ചതായിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിൽ യജമാനൻ യേശു കർത്താവിന് മുഖ്യ സ്ഥാനം കൊടുത്തപ്പോൾ പോരാതെ വന്ന ആ വീഞ്ഞിൻ്റെ അനുഭവം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണാൻ തൊക്കണം സാധിക്കുന്നുണ്ട്. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണം ക്ഷണിച്ചിരുന്നു എന്ന് ആദ്യ വാക്യം തന്നെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരചനമേ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പരാജയത്തെ വിജയമാക്കി തീർക്കുമെന്ന് ഇഫ്താഹ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇഫ്താഹിനെ പറ്റി ഈ പ്രകാരമാണ് പറയുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം, അവനെ തലവനും സേനാധിപതിയുമാക്കി ഇഫ്താഹ് മിസ്പായിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ട് നിന്ന അനുഭവത്തിൽ, അവനൊരു സ്ഥാനക്കയറ്റം വന്ന അനുഭവത്തിൽ അദ്ദേഹം ആദ്യം ഓടിച്ചെല്ലുന്നത് ദൈവസന്നിധിയിലാണ്. മിസ്പായ് എന്ന് പറയുന്നത് പ്രെയർ ടവറാണ്, പ്രാർത്ഥനയുടെ കൂടാരം എന്നുള്ളതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ജീവിതാനുഭവത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം വായിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, കാഹളം ഊതുമ്പോൾ അവർ മിസ്പായിൽ ഓടി വരും. മിസ്പായിൽ ഓടി വന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കും. അവിടുന്ന് ലഭിക്കുന്ന ആലോചന പ്രകാരമാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് ബൈബിളിൻ്റെ ചരിത്രം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സ്ഥാനക്കയറ്റം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ഓടിച്ചെന്നതും യഹോവയുടെ സന്നിധിയിൽ ഓടിച്ചെല്ലുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത് പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകുന്ന ഇഫ്താഹായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകുന്ന ഇഫ്താഹ്. ജീവിതത്തിൽ ഇഫ്താഹ് നമ്മളെ പഠിപ്പിക്കുന്ന വേറെ സത്യം കൂടിയുണ്ട്. ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കിയാൽ വേറെ എവിടെയും മുട്ടുമടക്കുവാൻ ദൈവം നിന്നെ ഇടയാക്കത്തില്ല. നീ ദൈവസന്നിധിയിൽ നിന്റെ തലമണക്കിയാൽ വേറെ എവിടെയും തലമണക്കുവാൻ ദൈവം ഇടയാക്കത്തില്ല എന്ന് ഇഫ്താഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഏറ്റു പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല എന്ന്. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ ചേർത്ത് പറയുമ്പോൾ, എൻ്റെ പപ്പായ്ക്ക് ഞങ്ങൾ 5 മക്കളാണ്. പപ്പയുടെ വലിയ ആഗ്രഹം, പപ്പായും ദൈവത്തിൽ ആശ്രയിച്ച് ആ മിഷൻ ഫീൽഡിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പപ്പയുടെ വലിയ ആഗ്രഹം തൻ്റെ മക്കളെ ആരെങ്കിലും ഒരാളെ ദൈവവിലേക്ക് വേണ്ടി വിടണമെന്നുള്ളതാണ്. ആ പ്രകാരമാണ് എല്ലാവരെയും വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ ജീവിക്കുന്ന അനുഭവത്തിലാണ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിച്ചു. ആ കാര്യം പപ്പയോട് പറഞ്ഞപ്പോൾ പൂർണ്ണ സമ്മതത്തോടെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ പ്രാരംഭഘട്ടത്തിൽ പല മേഖലയിലും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ പരാജയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കൃഷി ചെയ്താണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ജീവിക്കുന്നത്. ആടുമാടുകളെ ഏറെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഡിഗ്രി വരെ പഠിക്കുന്ന സമയത്ത് ഈ ആടിനെയും കൊണ്ടൊക്കെ ഞങ്ങൾ വയൽ പ്രദേശത്ത് തീറ്റാൻ പോകണം, മടക്കിക്കൊണ്ട് വരണം. അന്നേരം അങ്ങനെ കഷ്ടപ്പാടിലൂടെ ജീവിച്ച അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പോയപ്പോൾ പരാജയമായിരുന്നു ആദ്യ സമയത്ത് നേരിട്ടത്. പിന്നീട് മടങ്ങി വീട്ടിൽ ചെന്നു. എല്ലായിടത്തും എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു. ഇനി മുമ്പോട്ട് പോകാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രയാസമായൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആടിനെയും കൊണ്ടൊക്കെ വയലിൽ പോകുന്ന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. മിസ്പായുടെ അനുഭവമായിരുന്നു ജീവിതം. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതിൻ്റെയും ദൈവസന്നിധിയിൽ കണിഞ്ഞരോട് പ്രാർത്ഥിക്കുന്ന ഏറെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ ഞാൻ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് പറയുന്നു, ഗുരുകുൽ എന്ന് പറയുന്ന കോളേജിൽ മദ്രാസിലെ അഡ്മിഷൻ നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു അനുഭവമായിരുന്നു. അവിടെയാണ് ഓടി വന്ന് പറയുന്നത്, ഒരു അഡ്മിഷൻ ലഭ്യമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇന്ന് ഞാൻ ഈ നിലയിലാകുവാൻ തൊക്കണം കാരണമായി തീർന്നത്. അതുകൊണ്ട് മിസ്പായുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യമുണ്ട്. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളും നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നീ ദൈവസന്നിധി എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ആരെങ്കിലും പരാജയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിരാശയോടെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, മിസ്പായുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകണം. നീ ദൈവസന്നിധി നിന്ന് കാര്യം ബോധിപ്പിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതായിരുന്നു ഇഫ്താഹിൻ്റെയും ജീവിതത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകി വേറെ എവിടെ അധികാരം ലഭ്യമായപ്പോൾ അദ്ദേഹം പോകാതെ ദൈവസന്നിധി അതിൻ്റെ കാര്യമെല്ലാം ബോധിപ്പിച്ചു. ഹന്നയെ പറ്റിയും ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്.
അവിടെ ജീവിതാനുഭവത്തിലെ പ്രതിസന്ധി വന്നപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്ന ദൈവസന്നിധിയിൽ ചെന്ന് തൻ്റെ കാര്യമെല്ലാം ബോധിപ്പിച്ചു. പിന്നീട് അവിടെ മുഖത്ത് ഒരു പ്രയാസം ഉണ്ടായില്ല, അവിടെ മുഖം വാടിയതില്ല എന്ന് ബൈബിൾ നമ്മളെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുക, ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. 4-ാമതായിട്ട് ആ വേദഭാഗം ഈ പ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 12 മുതൽ 28 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് പറയുന്നത്. അദ്ദേഹം അനുരഞ്ജനത്തിന് പ്രാധാന്യം നൽകി. വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പ്രധാനമായ 4-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് അനുരഞ്ജനത്തിന് പ്രാധാന്യം നൽകി. യിഫ്താനെ പറ്റി 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പരാക്രമശാലിയാണ്, അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ അറിയാം, അദ്ദേഹത്തിന് ശക്തിയുണ്ട്, എന്തു വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു അനുഭവത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്യാതെ പോകാതെ അദ്ദേഹം അനുരഞ്ജനത്തിന് പ്രാധാന്യം നൽകി, ഇല്ലെങ്കിൽ സമാധാനത്തിന് പ്രാധാന്യം നൽകി. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അമ്മോന്യരുടെ രാജാവിൻ്റെ അരികിലേക്ക് ദൂതന്മാരെ അയച്ച് നമ്മൾ തമ്മിൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, യുദ്ധം വേണ്ട എന്ന് പറയുന്ന യിഫ്താനെയാണ് നമുക്ക് അവിടെ കാണാൻ തൊക്കണം സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. യിഫ്താന്റെ ജീവിതാനുഭവങ്ങളിലെ സൈന്യബലമുണ്ട്, കാൽബലമെല്ലാം ഉള്ളപ്പോഴും അദ്ദേഹം സമാധാനത്തിന് പ്രാധാന്യം നൽകുന്നവനാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് ശക്തിയുള്ളപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരെ മുറിവുപെടുത്താറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വാക്കും കൊണ്ടായിരിക്കാം, നമ്മുടെ നോട്ടം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അധികാരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ തോൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകും. എന്നാൽ യിഫ്താഹിന് അധികാരം ഉണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും അദ്ദേഹം ആദ്യം ചെയ്തത് സമാധാനത്തിന് പ്രാധാന്യം നൽകുന്നവനായിരുന്നു എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 5-ാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അതിന് 30-ാമത്തെ വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്, അവനൊരു നേർച്ച നേരുകയാണ്. അവൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നേർച്ച നേരുകയാണ്. അതെന്തുവാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കലിന് എന്നെ എതിരേറ്റ് വരുന്നത് അത് നിനക്കുള്ളതാണെന്ന് യിഫ്താഹ് പറയുന്നു. 5-ാമതായിട്ട് വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം അവന് സാധ്യമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായ ജീവിത ശൈലിയാണെന്ന് വചനം നമ്മളെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സമർപ്പിതമായ ജീവിത ശൈലി ഉള്ളവനായിരുന്നു യിഫ്താഹ് എന്ന് പറയുന്നുണ്ട്. 116-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം ഈ പ്രകാരം പറയുന്നുണ്ട്, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകെ സമർപ്പിക്കും. നേർച്ച യഹോവയ്ക്കുള്ളതാണെന്ന് പഠിപ്പിച്ചവനാണ് യിഫ്താഹ് എന്ന് പറയുന്ന മനുഷ്യൻ. നേർച്ച യഹോവയ്ക്ക് ഉള്ളതാണെന്ന് അദ്ദേഹം യുദ്ധം ചെയ്ത് മടങ്ങി വന്നപ്പോൾ 34-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, എൻ്റെ മകളെ, നീ എന്നോട് ഇങ്ങനെ ചെയ്തത്. മകൾ പിതാവിൻ്റെ വിജയവാർത്ത അറിഞ്ഞ് നൃത്യത്തോട് പിതാവിന് എതിരേൽക്കാൻ വരുമ്പോൾ പറയുന്നു, മകളെ, നീ എന്നോട് ഇങ്ങനെ ചെയ്തത്, എൻ്റെ തല നീ കുനിപ്പിച്ചല്ലോ എന്ന് പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണം കൂടിയുണ്ട്. അദ്ദേഹം നേർച്ച നേർന്നിരുന്നു. അദ്ദേഹത്തിനറിയാം, എൻ്റെ ഒരേ ഒരു മകളാണ് ഇവള്, അവളെ ഞാൻ ദൈവത്തിന് വേണ്ടി ഇനി സമർപ്പിക്കണം. അതുകൊണ്ട് താൻ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറിപ്പോകാതെ നേർച്ച യഹോവയ്ക്കുള്ളതാണെന്ന് പഠിപ്പിച്ച് അവൻ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ വേദഭാഗം ഈ പ്രകാരം പറയുന്നുണ്ട്, അവരേ ഒരു മകളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ സമർപ്പിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അവൻ്റെ സമർപ്പണത്തെ സ്വർഗം മാനിച്ചു. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ എബ്രായ ലേഖനക്കാരൻ ഈ പ്രകാരം പറയുന്നു, ഇനി എന്തു പറയണ്ടു, ഇനി എന്തു പറയണ്ടു. അനേക വിശുദ്ധന്മാരുടെ പേരുകൾ ചേർത്തതിന് ശേഷം പറയുന്നുണ്ട്, ഇനി എന്തു പറയണ്ടു. ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, യിഫ്താഹ് എന്ന പേര് പറയുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാവരും വിശുദ്ധിയോടുകൂടി ജീവിച്ച് പാരമ്പര്യമുള്ളവരായിരുന്നു. എന്നാൽ യിഫ്താഹ് നല്ലൊരു പാരമ്പര്യമില്ലാതിരിക്കുമ്പോഴും യിഫ്താഹിൻ്റെ പേര് അവിടെ ചേർക്കുവാൻ തക്കണം കാരണമായത് ഈ പറഞ്ഞ 5 ചിന്തകളാണ്. 1, അദ്ദേഹം നിസ്സാരന്മാരോടുകൂടി യാത്ര ചെയ്തവനായിരുന്നു. പരാക്രമശാലിയെങ്കിലും ബലഹീനനോട് ചേർന്ന് വസിച്ച വ്യക്തിയായിരുന്നു യിഫ്താഹ്. 2-ാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ദൈവത്തിന് മുൻഗണന നൽകിയവനായിരുന്നു. യഹോവയ്ക്ക് മുൻഗണന നൽകുന്നൊരു അനുഭവം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശക്തിക്കല്ലായിരുന്നു, തൻ്റെ മിടുക്കനോ തൻ്റെ സാമർത്ഥ്യത്തിനൊന്നും അല്ലായിരുന്നു, ദൈവത്തിന് മുൻഗണന നൽകിയവനായിരുന്നു. 3, തനിക്കൊരു സ്ഥാനം കയറ്റം ലഭ്യമായപ്പോൾ, തനിക്ക് അധികാരം ലഭ്യമായപ്പോൾ ലോകത്തിൻ്റെ വേറെ എവിടേക്കും പോകാതെ മിസ്ബയിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം ബോധിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകിയവനായിരുന്നു. തനിക്ക് അധികാരം ഉള്ളപ്പോൾ, തനിക്ക് ശക്തിയുള്ളപ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യാതെ സമാധാനത്തിന് പ്രാധാന്യം നൽകിയവനായിരുന്നു യിഫ്താഹ്. 5-ാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, സമർപ്പണത്തിന് പ്രാധാന്യം നൽകിയവൻ. തനിക്ക് ജയം ഉറപ്പായപ്പോൾ, ജയിച്ച് മടങ്ങി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം ഏറ്റവും പ്രധാനമാണ്. തൻ്റെ ഒരേ ഒരു മകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു. അതുകൊണ്ട് ലോകത്തിന് ദൃഷ്ടി ഇനി ഒരു ബോഷനായി തോന്നിയേക്കാം.
ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ എന്ന് ശ്രേഷ്ഠനായിരിക്കുമെന്ന് യിഫ്താഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ഭോഷനായി തോന്നിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന യിഫ്താഹിനെ പറ്റിയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് നീ പുറത്താക്കപ്പെട്ടേക്കാം. നിനക്ക് ആരുമില്ല എന്ന് നീ വിചാരിച്ചിരിക്കാം. ഞാൻ ബലഹീനനാണ്, എനിക്ക് നല്ലൊരു പാരമ്പര്യമില്ല എന്ന് വിചാരിക്കുമായിരിക്കാം. ആ ദൈവത്തിൻ്റെ അരുളപ്പാട് യിഫ്താഹിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, മകനേ മകളെ നീ ഭയപ്പെടേണ്ട, നിന്റെ ജീവിതത്തിൽ ആരുമില്ല എന്ന് നീ വിചാരിക്കുമായിരിക്കാം. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.